സംഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രാവലോകന എപ്പിസോഡിലേക്ക് സഹൃദയായ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. മോദി ഇനി രക്ഷപ്പെടുകയില്ല. അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ അമിത്ഷായും ചേർന്ന് ഇന്ത്യയിലെ ജനതകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശേഷവിധിയായി ന്യൂനപക്ഷത്തിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം തീവ്രവാദികൾ ഉണ്ടെന്നുള്ളത് ശരി തന്നെ. ആ ഒരു കാരണം പറഞ്ഞ് അവരെ പീഡിപ്പിക്കാം എന്ന ഒരു ന്യായീകരണം കണ്ടെത്താം. എന്നാൽ ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുന്ന ക്രൈസ്തവരെ അകാരണമായി മോഡിയും കൂട്ടരും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ താമസിക്കുന്ന ഭവനങ്ങളിൽ, അവർ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ ചെന്ന് അവരെ അടിക്കുകയും ഇടിക്കുകയും അവരുടെ ഭവനങ്ങൾ നശിപ്പിക്കുകയുമാണ്. ആതുര സേവനം ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തനമാണ്. അതിന് പോലും വിഘ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ മോഡിയും കൂട്ടരും എതിർ നിൽക്കുന്നു എന്നത് ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ്. എല്ലാവർക്കും ക്ഷേമമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി ചെയ്യേണ്ട കാര്യം. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, വിധ്വംസക പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പോലും ഒരു പരിധിവരെ സംരക്ഷണം കൊടുക്കുവാൻ ഭരണാധികാരി ബാധ്യസ്ഥരാണ്. പക്ഷേ അദ്ദേഹം ഹിന്ദുത്വവാദികളെ മാത്രം സംരക്ഷിക്കുകയും മറ്റ് ന്യൂനപക്ഷങ്ങളെ ബോധപൂർവം അടിച്ചമർത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ വൈകാരികമായോ സായുധപരമായോ പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ആയുധമുണ്ട്, പ്രാർത്ഥനയാകുന്ന ആയുധം. അവരുടെ ദൈന്യത്തിൽ, അവരുടെ പ്രതിസന്ധിയിൽ അവർ ദൈവത്തോട് അവരുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തും. ദൈവം അതിന് പ്രതിവിധി നൽകിത്തരും എന്ന കാര്യത്തിൽ ക്രൈസ്തവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ ഭരണാധികാരികളെ ദൈവം ശിക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ക്രൈസ്തവ സന്ദേശത്തെ തടയിടുവാൻ ഒരു മോഡിയല്ല 1000 മോഡി ഒരുമിച്ച് ഗൂഢാലോചന ചെയ്താലും എന്തെല്ലാം അക്രമ മാർഗങ്ങൾ സ്വീകരിച്ചാലും അസാധ്യമായ കാര്യം ആണെന്ന് ചരിത്രം നമുക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നുണ്ട്. 2000 വർഷമായിട്ട് ക്രൈസ്തവ സഭകൾ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അനേക രാജ്യങ്ങളിൽ അവർ സുരക്ഷിതരാണെന്നത് ശരി തന്നെ. പക്ഷെ എക്കാലത്തും സത്യത്തിന് സാക്ഷിയാകുന്ന ക്രൈസ്തവ വ്യക്തികൾ കഷ്ടപ്പാടും പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ട്. ആ പീഡനങ്ങളുടെ മധ്യത്തിൽ സഭ വളർന്നുകൊണ്ടിരിക്കുക. 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ ക്രൈസ്തവർ ഏറ്റവും അധികം ശോധനയിലൂടെ കടന്നുപോയ കാലഘട്ടമാണ്. പക്ഷെ 4-ാം നൂറ്റാണ്ടിൽ ഒരു റോമൻ ചക്രവർത്തി ക്രൂശിത രൂപമായ ക്രിസ്തുവിൻ്റെ ചിത്രം കണ്ടത്രേ. അതോടുകൂടെ അദ്ദേഹം ക്രിസ്തു മതവിശ്വാസിയായി. പിന്നീട് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക പ്രസ്ഥാനം ഒരു രാജകീയ മതമായി തീർന്നു. അതോടുകൂടെ ക്രൈസ്തവ സഭ ക്ഷയിക്കുകയായിരുന്നു, ഇരുണ്ട യുഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം 16-ാം നൂറ്റാണ്ടിൽ
മാർട്ടിൻ ലൂതറിന്റെയും കാൽവിന്റെയും ഷിംഗിളുടെയും മറ്റും നേതൃത്വത്തിൽ ഉണർവുണ്ടാകുന്നത് വരെ റോമൻ കത്തോലിക്ക മതം എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജകീയ മതമായി എല്ലാത്തരം അധർമ്മ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് സത്യത്തിന് സാക്ഷിയാകുന്നവരെ പീഡിപ്പിച്ചുകൊണ്ട് സമ്പത്ത് സ്വരുക്കൂട്ടുകയും പോപ്പും മറ്റ് ബിഷപ്പുമാരും രാജാക്കന്മാരെ പോലെ രാജകുമാരന്മാരെ പോലെ എല്ലാത്തരം ആസ്വാദനങ്ങൾ അനുഭവിക്കുകയും സമ്പത്ത് വേണ്ടുവോളം വർദ്ധിപ്പിക്കുകയും രാജാക്കന്മാരെ ആക്കുകയും നീക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അക്കാലത്ത് ശരിയായ സഭയുടെ അല്ലെങ്കിൽ സഭയുടെ യഥാർത്ഥമായ വളർച്ച ഉണ്ടായില്ല എന്ന് കാണാം. അതേസമയം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട കാലയളവിൽ സംശുദ്ധമായ സഭ വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് പീഡനം ഒരു വിഷയമല്ല, കഷ്ടത വിഷയമല്ല. മോഡിയല്ല, ഷായല്ല, RSSോ ബജറംഗ് ദളോ ഏത് ദളായാലും പീഡിപ്പിച്ചാൽ, ക്രൈസ്തവരെ തൊട്ട് വേദനിപ്പിച്ചാൽ ദൈവം അതിന് ശിക്ഷ കൊടുക്കും, ശരി തന്നെ. അതേസമയം ക്രൈസ്തവർ വർദ്ധിക്കുകയും ചെയ്യും എന്ന സത്യം നിങ്ങൾ വിസ്മരിക്കരുത്. മോഡി ഇനിയും വനവാസത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് തിരിയേണ്ട ഗതികേട് വന്നിരിക്കുക. ഒരു കാലത്തിലെ ചില സന്ദർഭങ്ങളിലൊക്കെ ഹിമാലയൻ സാനുക്കളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും സമുചിതമായ മാർഗം സന്യാസം സ്വീകരിക്കുകയാണ്. എക്കാലം ഇങ്ങനെ ഒരു പീഡക ഭരണത്തെ നയിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം അവസരം കൊടുക്കുകയില്ല. എത്ര വലിയ ശക്തനായ ഷായാലും ശരി, ഇതൊരു പതനമുണ്ട്, ഉയർച്ചയ്ക്കൊരു താഴ്ചയുണ്ട്, അഹങ്കാരത്തിന് ഒരു പരിധിയുണ്ട്. മനുഷ്യൻ എത്ര അഹങ്കരിച്ചാലും അവൻ ഭൂമിയിൽ നിൽക്കുകയാണെന്ന് അറിയാതെ പോകരുത്. നമ്മെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും? നാം എല്ലാം ജീവിക്കുമ്പോൾ ശ്വസിക്കുന്നു. അകത്തേക്കെടുക്കുന്ന വായു പുറത്തേക്ക് വിടുമെന്ന് പോലും ഉറപ്പില്ലാത്ത മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഈ ദൈവഹിതത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് മോഡിക്കുന്നല്ല, ഇവിടത്തെ RSS തുടങ്ങിയ സംഘപരിവാർ ശക്തികൾക്ക് ഒരു മുന്നറിയിപ്പായി ദൈവത്തിന് വചനം നൽകുവാൻ ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. നിങ്ങൾ എത്ര ഉയർന്നാലും, നിങ്ങൾ എത്ര ശക്തമായി പീഡിപ്പിച്ചാലും ക്രൈസ്തവ വിശ്വാസത്തിന് മങ്ങലേൽക്കുകയില്ല. കൂടുതൽ പീഡിപ്പിക്കും തോറും സഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന ചരിത്രപാഠം ഉൾക്കൊള്ളുന്നതാണ് നല്ലത്, മനസ്സിലാക്കുന്നതാണ് നല്ലത്. ആഗമ മീഡിയ നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെ, ഇത്തരം നിരൂപണങ്ങളെ, ക്രിയാത്മകമായ വിമർശനങ്ങളെ മാന്യ സ്നേഹിതന്മാർ ഉൾക്കൊള്ളുകയും ഈ മീഡിയയെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു.